പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് മാസം 1-ാം തീയതി വെള്ളിയാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ചില ദിവസങ്ങൾ ചെലവഴിച്ച സമയമാണിത്. ശിഷ്യന്മാർ അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയിൽ ആയിരുന്നു. ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുമോ എന്ന ചോദ്യത്തിൽ അവർ മുഴുകിയിരുന്നു. എന്നാൽ യേശു അവരുടെ ചിന്തകൾ ഭൂമിയിലെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ ദൗത്യത്തിലേക്ക് തിരിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞിങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ഈ വചനത്തിലെ പ്രധാന സന്ദേശം ശക്തി ലഭിച്ചവർ സാക്ഷികളാകുന്നു എന്നതാണ്. ക്രിസ്തീയ ജീവിതം ഒരു സ്വകാര്യ അനുഭവമായി ഒതുങ്ങിപ്പോകാൻ വേണ്ടിയുള്ളതല്ല. അത് ലോകത്തിന് മുൻപിൽ സാക്ഷ്യം വഹിക്കാനുള്ള ഒരു വിളിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുമ്പോൾ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കുന്നു. ഭയത്തോടെ അടച്ച മുറികളിൽ ഒളിച്ചിരുന്ന ശിഷ്യന്മാർ അതേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പുറത്തേക്കിറങ്ങി ധൈര്യത്തോടെ യേശുവിനെ പ്രസംഗിച്ചു. അതാണ് ദൈവശക്തിയുടെ പ്രവർത്തനം. ഇന്നും അതുതന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്ക് പലപ്പോഴും തോന്നാം, ഞാൻ ആരാണ് സാക്ഷ്യം പറയുവാൻ? എനിക്ക് കഴിവില്ല, എനിക്ക് ധൈര്യമില്ല. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കഴിവല്ല, അവൻ നൽകുന്ന ശക്തിയെ സ്വീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ദുർബലതകൾ പോലും ദൈവത്തിൻ്റെ മഹത്വത്തിനുള്ള ഉപകരണങ്ങളായി മാറും. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി ചെയ്യേണ്ടതായ കാര്യം, നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മെ കാണുമ്പോൾ സ്നേഹവും ക്ഷമയും സത്യസന്ധതയും ഉള്ള ആളുകളായി നാം രൂപാന്തരപ്പെടണം. നമ്മുടെ ജോലി സ്ഥലത്ത് നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രതിഫലിക്കണം. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ സഹായിക്കാൻ തയ്യാറായ കൈകളും കരുതലുള്ള ഹൃദയങ്ങളുമായി നാം നിലകൊള്ളണം. സാക്ഷ്യം പറയുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും ശക്തമായ സാക്ഷ്യം. ഒരു കാര്യം നാം ഓർക്കണം, യേശു നിങ്ങൾ സാക്ഷികളാകണം എന്നതിലുപരി നിങ്ങൾ സാക്ഷികളാകും എന്നാണ് പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ സാക്ഷ്യം സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടും. ഒരു വിളക്ക് തെളിഞ്ഞാൽ അത് പ്രകാശം നൽകാതെ ഇരിക്കില്ലല്ലോ എന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ജീവിതം സാക്ഷ്യം നൽകാതെ ഇരിക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടതായ ഒരു വാചകം ഇതാണ്: ശക്തിയുള്ളവർ മിണ്ടാതെ ഇരിക്കില്ല, അവർ സാക്ഷികളാകും. പ്രിയരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സാധാരണ ജീവിതത്തിനല്ല, പ്രഭാവമുള്ള ജീവിതത്തിനാണ്. നമ്മിലൂടെ മറ്റുള്ളവർ ദൈവത്തെ അറിയണം. അതിനായി നമുക്ക് വേണ്ടത് ഒരു കാര്യമാണ്: പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. അതിനാൽ ദിവസേന ദൈവസന്നിധിയിൽ കടന്നു വരികയും, കർത്താവേ എന്നെ നിറയ്ക്കണമേ, എന്നെ ഉപയോഗിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ വിളിച്ചും സ്നേഹിച്ചും കാത്ത് സൂക്ഷിക്കുന്നവനെ, ഞങ്ങൾ നിനക്ക് നന്ദി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും യേശുവിനെ പ്രകടിപ്പിക്കാനുള്ള കൃപ തരണമേ. ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടുവാൻ ഇടയാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.